സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല കോവിന്ദ് എഴുതിയ പൊൻചിരാത്. വളപ്പിലേക്ക് എറിഞ്ഞിട്ട വേസ്റ്റിട്ട ഷിമ്മിക്കൂടാണ് താനെന്ന്. പ്രഭയുടെ മിഴികളിൽ നീർമണികൾ ഉരുണ്ടുകൂടി. നീ എന്താ ജ്യോതി പറഞ്ഞത്? ഇഷ്ടക്കേടോടെ അച്യുതൻകുട്ടി മകളെ നോക്കി. ഇവളെ ഏറ്റെടുത്ത കാര്യം അച്ഛനെന്താ ഞങ്ങളോടാരോടും പറയാതെ രഹസ്യമാക്കി വെച്ചത്? ജ്യോതി നീരസത്തോടെ ചോദിച്ചു. എനിക്കങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളോട് അത് പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നത്, അച്യുതൻകുട്ടി പറഞ്ഞു. എല്ലാം പറയാനും കേൾക്കാനും സമയം ഏറെയുണ്ടല്ലോ, ജയേഷ് പറഞ്ഞു ഗൗരവത്തിൽ. ഇവർ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നീ അവരെ അകത്തേക്ക് കൊണ്ടുപോ ജ്യോതി. വാമേ. ജ്യോതി മണിയമ്മയുടെ കൈന്മേൽ പിടിച്ചു. വാ മോളെ. മണിയമ്മ പ്രഭയെയും പിടിച്ചു. തുളുമ്പിത്തൂകിയ മിഴികൾ ഉയർത്തി അവൾ മണിയമ്മയെ വേദനയോടെ നോക്കി. മണിയമ്മയ്ക്കും സങ്കടം തോന്നിയിരുന്നു. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവളെയും കൂട്ടി ജ്യോതിയോടൊപ്പം അവർ നീങ്ങി. ജോണേ, നീ ആ ഡിക്കി ഒന്ന് തുറന്നേ, ടാക്സി ഡ്രൈവറോട് അങ്ങനെ പറഞ്ഞ് അച്യുതൻകുട്ടി ഡിക്കിയുടെ നേർക്ക് നീങ്ങി. അതിനുള്ളിൽ ഞെക്കി ഞെരക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇറക്കണമല്ലോ. അതിനിടയിൽ അച്യുതൻകുട്ടി ചോദിച്ചു, പിറന്നാളുകാരൻ എന്തിയെ ജയ? അച്ഛന് ഇന്നൊരു വർക്കിൻ്റെ കമ്മീഷനുണ്ട്, അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. സെലിബ്രേഷൻ രാത്രിയിലാക്കിയത് അതുകൊണ്ടാ. ഇതറിഞ്ഞിരുന്നേൽ ഞങ്ങളും വൈകുന്നേരത്തേക്ക് വന്നാൽ മതിയായിരുന്നു. അത് കൊള്ളാം. പ്രീതേച്ചി ദുബായിൽ. ദീപു ഏട്ടനെ എന്താവശ്യത്തിന് വിളിച്ചാലും എക്സ്ക്യൂസ് പറഞ്ഞൊഴിയും. ജ്യോതിയുടെ ആൾക്കാരായിട്ട് ആകെ വരാനുള്ളത് അച്ഛനും അമ്മയുമാ. രാവിലെ പോന്നതിൽ എന്താ തെറ്റ്? ജയേഷ് ചോദിച്ചു. ഒരു തെറ്റുമില്ല മോനെ, അച്ഛൻ വെറുതെ പറഞ്ഞതാ. അച്യുതൻകുട്ടി സ്നേഹത്തോടെ ചിരിച്ചു. മണിയമ്മയും പ്രഭയും ജ്യോതിയോടൊപ്പം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നേരെ നിൽക്കുന്നു ശ്രീകുമാരി. ഇത് മണിയുടെ ചത്തുപോയ ആങ്ങളയുടെ മോളല്ലേ? ശ്രീകുമാരിയുടെ ശ്രദ്ധ പ്രഭയിലേക്കാണ് നീണ്ടത്. അതേ ചേച്ചി, മണിയമ്മ സമ്മതിച്ചു. അന്ന് പുതിയോട്ട് വെച്ച് ഇവളുടെ തന്തയുടെ ഒരു ഹുങ്കും കളിയാക്കലും. ഊർന്നു വീണ ചുരിദാറിൻ്റെ ഷാൾ തിരികെ തോളിലേക്ക് തന്നെ ഇട്ടുകൊണ്ടവർ തുടർന്നു. 10 രൂപ തികച്ച് കയ്യിലില്ലാത്ത എല്ലാ ദരിദ്രവാസികൾക്കുമുള്ളതാ മാന്യമായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം. ഇവനൊക്കെ പുച്ഛിക്കുന്ന സമയത്ത് 10 കാശുണ്ടാക്കി വെച്ചിട്ട് ചത്തിരുന്നെങ്കിൽ ഒരു മകൾക്ക് ജീവിക്കാൻ അടുക്കളപ്പണി ചെയ്യണമായിരുന്നോ? കരണത്ത് അടിയേറ്റതുപോലെ തോന്നി പ്രഭയ്ക്ക്. ഇങ്ങനൊന്നും പറയില്ലേ ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതല്ല മണി. ദേ ഇവിടുത്തെ അടുക്കളയിൽ ഒരുത്തിയുണ്ട്, ബ്യൂറോയിൽ നിന്ന് വന്നതാ. കളക്ടറുടെ പവറാ. മാസം 10-15 രൂപ എനിക്ക് നഷ്ടാ. പക്ഷേ ഇവിടെ നിന്ന മണിക്ക് 10 രൂപ പോലും ശമ്പളം കൊടുക്കണ്ട. മുഴുവൻ ലാഭമല്ലേ? ശ്രീകുമാരി ഉറക്കെ ചിരിച്ചു. ഇതെൻ്റെ കൂടപ്പിറപ്പിൻ്റെ മോളാ ചേച്ചി. അടുക്കളയിലെ പണിയെടുപ്പിച്ച് ശമ്പളം ലാഭിക്കാനല്ല ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നത്. അമ്മ എന്തിനാ അതിന് വിഷമിക്കുന്നേ? ജ്യോതി ചോദിച്ചു. 3 നേരവും വെറുതെ ഇരുന്ന് തിന്നാൻ വേണുമാമ കോടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ജീവിക്കണമെങ്കിൽ ഇവളെ ഏതെങ്കിലും അടുക്കളയിൽ പണി ചെയ്തല്ലേ പറ്റൂ. അത് നമ്മുടെ അടുക്കള തന്നെ ആയിക്കോട്ടെ. അമ്മയ്ക്കെന്താ നഷ്ടം? ജ്യോതി ഊറിച്ചിരിച്ചു. മറുപടി പറഞ്ഞാൽ ഇന്നും മകളുമായി വഴക്കുണ്ടാക്കും. മണിയമ്മ അടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ നിൽക്കുന്ന തറയിലെല്ലാം ഞെരിഞ്ഞിൽ ചിതറിക്കിടക്കുകയാണെന്ന് തോന്നി പ്രഭയ്ക്ക്. പാദം വയ്ക്കുന്നിടത്തൊക്കെ കുത്തിക്കയറുന്നു. വേദന വല്ലാതെ നെറുക വരെ എത്തുന്നു. എങ്കിലും അവളും സ്വയം അടങ്ങാൻ ശ്രമിച്ചു. അച്ഛൻ അന്ന് ശബ്ദമുയർത്തിയതിൻ്റെ പരിഹാസമാണിപ്പോഴും. ഇനി താനെന്തെങ്കിലും പറഞ്ഞ് അത് ഇരട്ടിപ്പിക്കണ്ട. പ്രഭയുടെ മുഖത്തെ വിമ്മിഷ്ടം കണ്ടപ്പോൾ ജ്യോതി ശരിക്കും ചിരിച്ചു. ടാക്സിക്കാരന് കാശ് കൊടുത്ത ശേഷം ഡിക്കിയിലുണ്ടായിരുന്നതെല്ലാം അച്യുതൻകുട്ടി പൂമുഖത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ടാക്സി പറഞ്ഞു വിട്ടു. വാഴക്കുലം മുതൽ കപ്പയും കാച്ചിലും വെണ്ടയും ചീരയും വരെയുള്ള വിഭവങ്ങൾ കണ്ടിട്ട് ജയേഷ് പറഞ്ഞു, ഇത് കുറേ ഉണ്ടല്ലോ അച്ഛാ. പറമ്പിലുണ്ടാകുന്നതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് വിളമ്പി കൊടുത്തിട്ടാ ഞങ്ങൾ മുമ്പ് കഴിച്ചിരുന്നേ. ഇപ്പോൾ ഞാനും മണിയും തന്നെ കഴിക്കുമ്പോൾ പിള്ളേരെ ഓർക്കും, അതാ കുറച്ച് കൊണ്ടുപോകുന്നത്, അച്യുതൻകുട്ടി പറഞ്ഞു. അപ്പോഴാണ് രതീഷിൻ്റെ ഭാര്യ കലയുടെ വരവ്. ഇതെന്താ ചെയ്യാ, പൂമുഖം നിറയെ കാടും പടപ്പുമാണല്ലോ. തെല്ല് പരിഹാസത്തോടെ അവൾ പറഞ്ഞു. 3/4 ജീൻസും അയഞ്ഞ ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. ഇത് കാടും പടർപ്പുമല്ല കലേച്ചി, പറമ്പിൽ വിളയുന്ന പൊന്ന, ജൈവവളം മാത്രം ചേർത്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ ജ്യോതിയുടെ അച്ഛൻ. ഇതിനെന്തൊരു ടേസ്റ്റാണെന്നോ, സൂപ്പർ, ജയേഷ് ചിരിയോടെ പറഞ്ഞു.
ചന്തേന്ന് വിഷം വാങ്ങി തിന്നുന്ന കലേച്ചിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകില്ല. അതാ കാടെന്നും പടപ്പെന്നും പറഞ്ഞത്. അപ്പോഴാണ് മണിയമ്മയും ജ്യോതിയും കൂടി അങ്ങോട്ട് വന്നത്. നനവുള്ള 2 വലിയ സ്റ്റീൽ തൂക്കുപാത്രങ്ങൾ ജ്യോതി ശ്രദ്ധിച്ചു. അതെന്താമേ, നീ നോക്ക്, മണിയമ്മ പറഞ്ഞു. ജ്യോതി പാത്രത്തിൻ്റെ അടപ്പുകൾ തുറന്നു. ഒന്നിൽ മുട്ട, ഇതിൽ കരിമീനാണല്ലോ. കരിമീൻ മാത്രമല്ല മോളെ, ചെമ്മീനുമുണ്ട്. 5 കിലോ വീതമുണ്ട്. മണിയമ്മ ഇടയിൽ കയറി. കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ജയനും പിന്നെ കണ്ണനും കാർത്തിക്കിനും കഴിക്കാൻ മാത്രം ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മേടിച്ചതാ മോളെ. ഓഹോ, എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ വന്നപ്പോൾ ഏതാണ്ട് കൂടുതൽ കഴിച്ചെന്നും പറഞ്ഞ് അന്ന് നിങ്ങൾ ബഹളമുണ്ടാക്കിയതും പോരാഞ്ഞിട്ടാണോ 5 കിലോ വീതം മേടിച്ചോണ്ട് വന്നത്? എൻ്റെ പിള്ളേരെ തീറ്റ പണ്ടാരങ്ങളാക്കി അപമാനിക്കാനാണോ? തല തുള്ളി ഉറഞ്ഞു. കലേച്ചി, ഇതെന്നതാ ഈ പറയുന്നേ? ജ്യോതി ചോദിച്ചു. കലേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കണ്ട, തീർന്നില്ലേ? എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതല്ലേ, ഞാനും ജയേട്ടനും കഴിച്ചോളാം. ഓഹോ, അങ്ങനെയാണോ? കല വിട്ടില്ല. അവൾ വേഗം കയ്യിലിരുന്ന മൊബൈൽ എടുത്തു. അതിൽ അവളുടെ മമ്മ ആയ ചന്ദ്രികമ്മയെ വിളിച്ചു. മമ്മ, എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അവൾ ചോദിച്ചു. വൈകുന്നേരം. വരുമ്പോൾ 10 കിലോ ചെമ്മീനും 10 കിലോ കരിമീനും വേണം. അത് ഡ്രസ് ചെയ്ത് മുളക് പുരട്ടി കൊണ്ടുപോരെ. അതെന്തിനാ മോളെ? ചന്ദ്രികാമ്മ ചോദിച്ചു. പാർട്ടി ഹോട്ടൽ ഹരിതംസിൽ ആണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പിന്നെന്തിനാ ഇത്ര ക്വാണ്ടിറ്റി? കണ്ണനും കാർത്തികും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനാ. കുറേ ദിവസത്തേക്ക് ഇരിക്കട്ടെ. ശരി, കൊണ്ടുവന്നേക്കാം. കല കോൾ കട്ടാക്കി. വിജയഗർവോടെ എല്ലാവരെയും നോക്കി. എന്നിട്ട് സ്ഥലം വിട്ടു. അച്യുതൻകുട്ടി അമ്പരപ്പോടെ ജയേഷിനെ നോക്കി. ഇതെന്നതാ മോനെ, ഞങ്ങളിത് കൊണ്ടുവന്നത് അബദ്ധായോ? ഹേയ്, ഇത് കലേച്ചിയുടെ സ്വഭാവമാണച്ചാ. ഞാനും ജ്യോതി എന്തു ചെയ്താലും അവർക്ക് അതിനു മീതെ നിൽക്കണം, അത്രയുള്ളൂ. നമ്മളത് കണ്ടതായി ഭാവിക്കണ്ട. ഒരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാണ്. ജയേഷ് അങ്ങനെ കൂളായി പ്രതികരിച്ചതോടെ മണിയമ്മയ്ക്കും ആശ്വാസമായി. ജ്യോതി പണിക്കാരി ജഗതിയെ വിളിച്ച് മീനും മുട്ടയും കിച്ചണിലേക്ക് കൊടുത്തുവിട്ടു. വൈകുന്നേരം ശ്രീകുമാരിയും കലയും ജ്യോതിയും ബ്യൂട്ടി പാർലറിൽ പോയി ഭംഗിയായി മേക്കപ്പിട്ട് വന്നപ്പോഴാണ് സുധാകരൻ നായരും വന്നത്. ഫംഗ്ഷന് ധരിക്കാൻ എല്ലാവർക്കും പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടായിരുന്നു സുധാകരൻ നായർ വന്നത്. ഓരോ പാക്കറ്റുകൾ അയാൾ ഓരോരുത്തർക്ക് നൽകി. ശ്രീകുമാരിക്ക് ഏറ്റവും ട്രെൻഡി ഫാഷനിൽ ചുരിദാർ, കലയ്ക്കും ജ്യോതിക്കും ജീൻസും ടീഷർട്ടും. മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ അച്ഛാ. ജ്യോതി സുധാകരൻ നായരുടെ കൈത്തലത്തിൽ ആഹ്ലാദത്തോടെ മുത്തം നൽകി. അത് കണ്ടുകൊണ്ടായിരുന്നു അച്യുതൻകുട്ടി മുകളിൽ നിന്നും ഇറങ്ങി വന്നത്. അച്യുതൻകുട്ടി രാവിലെ വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. ജയൻ എന്നെ വിളിച്ചായിരുന്നു. സുധാകരൻ നായർ ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് പറഞ്ഞു, ക്ഷമാപണം പോലെ. ഇന്ന് പോകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു, അതാ പോയത്. ഒന്നും വിചാരിക്കല്ലേ, അതൊന്നും സാരമില്ല ചേട്ടാ. ജയൻ കാര്യം പറഞ്ഞിരുന്നു. അച്യുതൻകുട്ടി ചിരിച്ചു. മണിയമ്മ എന്തേ? മുകളിലുണ്ട്. ആ മരിച്ചുപോയ അളിയൻ്റെ മോളെ അച്യുതൻകുട്ടി കൊണ്ടുപോന്നു അല്ലേ? അങ്ങനെ വേണ്ടി വന്നു. ജയൻ പറഞ്ഞായിരുന്നു. ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയെ തെരുവോരത്തേക്ക് വിടാതെ അഭയം കൊടുത്തല്ലോ, നന്നായി. അച്യുതൻകുട്ടിയുടേത് വലിയ മനസ്സാ. അച്യുതൻകുട്ടിക്ക് സന്തോഷമായി. തൻ്റെ മകൾക്കുൾപ്പെടെ വില കുറഞ്ഞ ചിന്താഗതികൾ ഇവിടുത്തെ സ്ത്രീകൾക്കാണ്. പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്ക് വിവരമുണ്ട്, സംസ്കാരവുമുണ്ട്. അതോർത്തപ്പോൾ അയാൾ ചിരിച്ചു. ഇനി എല്ലാവരും റെഡിയായിക്കോ, സുധാകരൻ നായർ പറഞ്ഞു. നമുക്ക് ഹോട്ടലിലേക്ക് നീങ്ങാം. ശരി. അച്യുതൻകുട്ടി വേഗം മുകളിലേക്ക് കയറി. മുകളിലെ ഗസ്റ്റ് റൂമാണ് ജ്യോതി അവർക്കായി നൽകിയത്. വേഗം ചെന്ന് കുളിച്ച് ഒരുങ്ങിയേക്കാം. ഒരു BMW കാർ മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് കലയുടെ വീട്ടുകാർ ഇറങ്ങി. കലയുടെ മമ്മ ചന്ദ്രികാമ്മ, ഡാഡി ഗംഗാധരൻ, സഹോദരൻ കലേഷ്. കലയെ പോലെ തന്നെ സുന്ദരനാണ് കലേഷും. അവൻ MBAക്ക് ചേർന്ന് പഠിക്കുകയാണ്. സുധാകരൻ നായരെ 3 പേരും വെസ്റ്റേൺ രീതിയിൽ ആലിംഗനം ചെയ്തുകൊണ്ട് ആശംസകൾ നേർന്നു. അപ്പോഴേക്ക് രതീഷും കയറി വന്നു. രതീഷ് എത്തിയ പാടെ ഗംഗാധരൻ സുധാകരൻ നായർക്ക് ഒരു പ്രസൻറ്റേഷൻ നൽകി. ഡാഡി എന്താ പ്രസൻറ്റേഷൻ കൊണ്ടുവന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കല ആ പാക്കറ്റ് വാങ്ങി വേഗം തുറന്നു. ഒരു ടാബായിരുന്നു അത്, ആപ്പിളിൻ്റെ. ഉഗ്രൻ, രതീഷ് പറഞ്ഞു. കലയുടെ മുഖത്ത് അഹങ്കാരം തിങ്ങി. അവൾ ജ്യോതിയെ ഒന്ന് നോക്കി. ജ്യോതി വിളറി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ജ്യോതി ഊഹിച്ചു. നിന്റെ ആ പെൻഷൻകാരൻ അച്ഛൻ എന്തു കൊണ്ടുവന്നടി, കാണട്ടെ എന്നായിരുന്നു ആ കുത്തുന്ന നോട്ടത്തിൻ്റെ അർത്ഥം. അവൾ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി.
അവളുടെ മുഖം വീർത്തിട്ടുണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾക്ക് കടും നിറമായിരുന്നു. മുറിക്കുള്ളിൽ പ്രഭയും മണിയമ്മയും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. മണിയമ്മ പട്ടുസാരിയാണ് ധരിച്ചിരുന്നത്. വേണു മേടിച്ചു കൊടുത്തിരുന്ന ഡ്രസ്സുകളിൽ ഭംഗിയുള്ള ഒരു ട്രെൻഡി ചുരിദാർ തന്നെയാണ് പ്രഭ ധരിച്ചത്. അച്യുതൻകുട്ടി കുളിച്ച് പാൻസ് ധരിച്ചു കഴിഞ്ഞു. ഷർട്ട് ധരിക്കുകയാണ്. ഹോട്ടലിലേക്ക് പോകാറായോ മോളെ? മകളെ കണ്ടപ്പോൾ മണിയമ്മ ചോദിച്ചു. പോകാറായി, ജ്യോതി പറഞ്ഞു. എന്നാ വേഗം ഷർട്ടിട്ട് മുടിയും ചീകി ഇറങ്ങ്. മണിയമ്മ അച്യുതൻകുട്ടിയോട് ധൃതി കൂട്ടി. അല്ല, ജ്യോതി ചുറ്റും നോക്കി. അച്ഛന് കൊടുക്കാൻ പ്രസൻറ്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ലായിരുന്നോ അച്ഛാ? അവൾ ചോദിച്ചു. പിന്നെ വാങ്ങാതിരിക്കോ? അച്യുതൻകുട്ടി പറഞ്ഞു. മണി, നീ എന്താ അത് ഇത്രയും നേരമായിട്ട് മോളെ കാണിക്കാഞ്ഞത്? ഷോ, ഞാനത് മറന്നുപോയതാ മോളെ. മണിയമ്മ അബദ്ധം പറ്റിയ മുഖത്തോടെ വേഗം ബാഗ് തുറന്നു. ഒരു ചതുര പൊതിയെടുത്ത് ജ്യോതിയെ കാട്ടി. ജ്യോതി ആ പൊതിയിലേക്ക് തുറച്ചു നോക്കി. ഇതെന്താണ്? അവൾ ചോദിച്ചു. ഷർട്ടും മുണ്ടും. ഷർട്ടും മുണ്ടുമോ? ജ്യോതിയുടെ മുഖം വല്ലാതെ ചുവന്നു. ഇതാണോ വില കൂടിയ സമ്മാനം? ഇത് വില കൂടിയത് തന്നെയാ മോളെ. നല്ല കസൂ ഡബിളും ഒന്നാന്തരം ഖദർ സിൽക്കിൻ്റെ ഷർട്ടും. അതാ നല്ലതെന്ന് പ്രഭ പറഞ്ഞു. ഓഹോ, ജ്യോതി വെറുപ്പോടെ പ്രഭയെ നോക്കി. അവളുടെ തോളത്ത് ഒരു കുത്തു കൊടുത്തു. വലിഞ്ഞു കയറി വന്ന ഇവളാണോ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് എന്തു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്? പ്രഭ വിളറി. വല്ലാതെ നോവുകയും ചെയ്തു. അവൾ തീരുമാനിച്ചതല്ല മോളെ, അച്യുതൻകുട്ടി പറഞ്ഞു. അവളൊരു സജഷൻ വെച്ചു. സുധാകരൻ ചേട്ടന് ഉപയോഗിക്കാൻ പറ്റുന്നത് വാങ്ങുന്നത് ആണല്ലോ നല്ലത് എന്നെനിക്കും തോന്നി. മോളെ, മകളെ അനുനയിപ്പിക്കാനായി മണിയമ്മ ഇടയിൽ കയറി. നിന്റെ അച്ഛൻ ഇന്നോളം 1000 രൂപയിൽ കൂടിയ വിലയുള്ള പാൻസും ഷർട്ടും വാങ്ങി ധരിച്ചിട്ടില്ല. നിന്റെ അമ്മായി അച്ഛനു വേണ്ടി വാങ്ങിയത് നല്ല വിലയുള്ളത് തന്നെയാ മോളെ. 4200 അതുപോരെ മോളെ ഒരു ബർത്ത്ഡേക്ക് സമ്മാനമായി കൊടുക്കാൻ? അമ്മയുടെ ഒരു 4200 കണക്ക്. ജ്യോതിക്ക് ദേഷ്യം ഇരട്ടിച്ചു. കലേച്ചിയുടെ മമ്മായും ഡാഡിയും വന്നു. പ്രസൻറ്റേഷനും കൊടുത്തു. എന്താണെന്നറിയോ? ആപ്പിളിൻ്റെ ടാബ് 50,000 മുകളിലാണ് അതിൻ്റെ വില. കാശ് കൂടുതലുള്ളവർ കൊടുക്കട്ടെടി, അതിന് നമുക്കെന്താ? അച്യുതൻകുട്ടി ചോദിച്ചു. കലേച്ചി അതും പറഞ്ഞെന്നെ കുത്തും. എനിക്കത് നാണക്കേടാ. കലയുടെ അച്ഛനും ഭർത്താവും ബിസിനസ്സുകാരാണെന്നും അവർക്കൊപ്പം ഞങ്ങളെ കൂട്ടരുതെന്നും ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ മതി. ജ്യോതിയുടെ മുഖം ചുവന്നു. എന്നാ പറഞ്ഞാലും ഈ ഷർട്ടും മുണ്ടും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാണ്ട് പിന്നെ? അച്യുതൻകുട്ടിയുടെ മുഖം ഇരുണ്ടു. പ്രഭയും മണിയമ്മയും അമ്പരന്നു. കഴിഞ്ഞ തവണത്തെ വഴക്ക് ആവർത്തിക്കുവാണോ? അച്യുതൻകുട്ടിയുടെ മുഖം ഇരുണ്ടതോടെ ജ്യോതി തെല്ലടങ്ങി. അവൾ ആലോചനയോട് പറഞ്ഞു. ഞാൻ ആരും അറിയാതെ ജയേട്ടനെ തൊടുപുഴ ടൗണിലേക്ക് വിടാം. ജയേട്ടൻ ഏതെങ്കിലും ജ്വല്ലറിയിൽ കയറി 1 പവൻ്റെ ഒരു മോതിരം വാങ്ങിക്കൊണ്ടുവരും. അച്ഛൻ സമ്മാനമായി അത് കൊടുത്താൽ മതി. നീ ജയനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് സമ്മാനമായി ഞാൻ അവൻ്റെ അച്ഛന് കൊടുക്കാനോ? അച്യുതൻകുട്ടിക്ക് അതത്ര ദഹിച്ചില്ല. അത് സാരമില്ല അച്ഛാ, എൻ്റെ അച്ഛനും അമ്മയും ആർക്കു മുമ്പിലും താഴുന്നത് എനിക്കിഷ്ടമല്ല. അച്ഛൻ ആ രൂപ ഇങ്ങെടുക്ക്. ജ്യോതി വാശിയോടെ പറഞ്ഞു. ഏത് രൂപ? അച്ഛാ, കാറ് വാങ്ങാൻ ജയേട്ടന് എൻ്റെ വീതമായി കൊടുക്കാനായി ഞാനിന്ന് 3 ലക്ഷം രൂപ ചോദിച്ചില്ലേ? 3 ഇല്ലെങ്കിൽ 2 തരണമെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നോക്കാന്ന് അച്ഛൻ ഏറ്റതല്ലേ? ആ രൂപയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്ന് ഒരു മോതിരം വാങ്ങിയിട്ട് ബാക്കി പണം ഞാൻ ജയേട്ടന് കൊടുത്തോളാം. എൻ്റെ കയ്യിൽ കാശില്ലടി. ജ്യോതി നടുങ്ങിപ്പോയി. പണമില്ലാതെയാണോ അച്ഛൻ വന്നത്? ബർത്ത്ഡേക്ക് വരാനല്ലേടി നീ പറഞ്ഞത്? എന്ന് വെച്ച് കൈയും വീശി അങ്ങ് പോന്നോ? നീ എന്നതാ മോളെ പറയുന്നേ? മണിയമ്മയ്ക്ക് അന്താളിപ്പായി. അച്ഛൻ രൂപയും കൊണ്ട് വരുമെന്ന് ജയേട്ടനോട് ഞാൻ തീർച്ച പറഞ്ഞതായിരുന്നമ്മേ. ഇനിയിപ്പോൾ ഞാൻ എന്നാ പറയും? നാളെ കാറെടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആശിച്ചിരിക്കുക ജയേട്ടൻ. ജ്യോതിക്ക് കരച്ചിൽ വന്നു. മോളെ, മണിയമ്മ മകളുടെ തോളിൽ പിടിച്ചു. തൊട്ടുപോകരുതെന്നെ. ജ്യോതി സ്ഥലകാല ബോധം മറന്ന് ചീറി. കണ്ടോ, രാവിലെ കലേച്ചി അവരുടെ മമ്മായെ വിളിച്ചത് 5 കിലോയ്ക്ക് പകരം 10 കിലോ കൊണ്ടുവരാൻ പറഞ്ഞത്. ദേ, അവർ വന്നപ്പോൾ അതും കൊണ്ടാ വന്നേക്കുന്നത്. അങ്ങനെയാ സ്നേഹമുള്ള അച്ഛനും അമ്മയും മക്കളുടെ അഭിമാനം രക്ഷിക്കുന്നത്. അവർ കലേച്ചിക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി എത്രയാണെന്നറിയോ? 2 ലക്ഷം രൂപയാ. അച്ഛൻ ആ ഇനത്തിൽ എനിക്കൊരു 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ടോ അച്ഛാ? അച്യുതൻകുട്ടി നിന്നുരുകി. മണിയമ്മയും ദേ കണ്ടോ? കയ്യിലിരിക്കുന്ന പാക്കറ്റ് കാട്ടി ജ്യോതി പറഞ്ഞു. ജയേട്ടൻ്റെ അച്ഛൻ മേടിച്ചു തന്നതാ. സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സാ.
അച്ഛന് തോന്നിയോ എനിക്കൊരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോരാൻ? ഞാനും ഒരു മകളാ, എനിക്കും ഇത്തരം ആഗ്രഹങ്ങളുണ്ട്. അച്ഛൻ അതറിഞ്ഞു തരില്ല. അതുകൊണ്ടാ നാണം കെട്ട് ഇത്തിരി പണം ചോദിച്ചത്. അപ്പോൾ അതില്ലാതെ കയ്യും വീശി വന്നേക്കുക. പറമ്പീന്ന് വെട്ടിപ്പറിച്ചെടുത്ത കുറേ കാടും പടർപ്പുമായിട്ട് എന്നെ നാണം കെടുത്താനായിട്ട്. ആർക്ക് വേണം അതൊക്കെ? കൊണ്ടുവന്നതുപോലെ അതെല്ലാം വാരിപ്പെറുക്കി കൊണ്ടുപോയിക്കോ. ഇരു കരണത്തും അടി കിട്ടിയതുപോലെ അച്യുതൻകുട്ടി നിന്നു. നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടപ്പ്. മണിയമ്മയ്ക്കും അതേ പിടർപ്പുണ്ടായി. അച്യുതൻകുട്ടി ഊരിയിട്ടിരുന്ന ഡ്രസ്സുകൾ വാരി ബാഗിനുള്ളിലാക്കി അതടച്ചു. എന്നിട്ടത് കയ്യിലെടുത്തു. ഭാര്യയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, മണി, നമുക്കിറങ്ങാം. മണിയമ്മയ്ക്ക് മനസ്സിലായില്ല. നമ്മൾ പോകുവാണ്. കിട്ടുന്ന ആദ്യത്തെ ബസ്സിന് നമ്മൾ കയറുന്നു, നമ്മുടെ വീട്ടിലേക്ക്. പ്രഭയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമായി. മണിയമ്മ തറഞ്ഞു നിന്നു. ജ്യോതി ഞെട്ടിപ്പോയി. അച്ഛൻ എന്താ പറഞ്ഞത്? പോകുവാന്നോ? അതെ, അയാൾ അക്ഷോഭ്യനായിരുന്നു. അച്ഛൻ ദേഷ്യപ്പെട്ടു പോകാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അത് പറഞ്ഞില്ലല്ലോ. വളരെ നന്ദിയുണ്ട്, അച്യുതൻകുട്ടി തുടർന്നു. പക്ഷേ ഞങ്ങൾ പോകുക. കൊണ്ടുവന്നതൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കാടും പടപ്പുമൊക്കെ വേസ്റ്റ് കുഴിയിലിട്ട് നീയങ്ങ് മൂടിയേക്ക്. അച്ചുവേട്ടാ, മണിയമ്മയ്ക്ക് ആദ്യമായി. നമ്മളിപ്പോൾ പോയാൽ ഇവിടെയുള്ളവർ നമ്മുടെ മോളെ പഴിക്കില്ലേ? ഇവൾക്ക് നമ്മൾ നാണക്കേടാ മണി. പക്ഷേ ഇവൾ നമ്മുടെ മോളാ. ഇവൾക്കൊരു നാണക്കേടുണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? നീ വന്നേ. അതൊരാജ്ഞയായിരുന്നു. ആ ആജ്ഞയെ ധിക്കരിക്കാൻ മണിയമ്മയ്ക്കായില്ല. മൂവരും സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ചെന്നു. സ്റ്റെപ്പ് ഇറങ്ങുന്ന പ്രഭയിൽ ഹാളിലുണ്ടായിരുന്ന കലേഷിൻ്റെ മിഴികൾ പാറി വീണു. ഏതാണിവൾ, ഈ സുന്ദരി? നെഞ്ചിനുള്ളിൽ ഒരു കൊടുന്ന റോസാതളം വീണെന്ന് തോന്നിപ്പോയി അവന്. അല്ല, അച്യുതൻകുട്ടി എന്ന ബാഗുമായിട്ട് സുധാകരൻ നായർ ചോദിച്ചു. ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോകുക. അതെന്താച്ചാ? മോനെ, ദാമുവേട്ടൻ ഹോസ്പിറ്റലിലാണ്. അറ്റാക്ക് സീരിയസ് ആണെന്ന് ഫോൺ വന്നു. ഉടനെ പോയേ പറ്റൂ. ഇവിടെ ഫംഗ്ഷൻ നടക്കട്ടെ മോനെ. ജയ, നീ ഇവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ട് വാ, സുധാകരൻ നായർ പറഞ്ഞു. ശരിയച്ചാ. അച്യുതൻകുട്ടി തടഞ്ഞില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ജയാങ്കിൾ, ഞാനും കൂട്ടുവരാം. കലേഷ് ചാടിയിറങ്ങി. ജയേഷിൻ്റെ സ്വിഫ്റ്റിൻ്റെ മുൻ സീറ്റിൽ കയറിയിരുന്നു. അവൻ്റെ ആകർഷണം പ്രഭയുടെ സുന്ദരമായ മുഖമായിരുന്നു. അച്യുതൻകുട്ടിയും മണിയമ്മയും പ്രഭയും പിൻസീറ്റിൽ കയറി. കാർ നീങ്ങുമ്പോൾ മൂവരുടെയും നെഞ്ചിൽ കരച്ചിൽ കെട്ടി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവരെ തടയാനും ശ്രദ്ധിക്കാനും കഴിയാതെ ജ്യോതി സ്തംഭിച്ചു നിന്നു. ജയാങ്കിൾ, ജ്യോതി ആൻറ്റിയുടെ പേരൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ പേരെന്താ? അച്യുതൻകുട്ടിയെയും മണിയമ്മയെയും പ്രഭയെയും തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് മടങ്ങുമ്പോൾ കലേഷ് ചോദിച്ചു. കൃഷ്ണപ്രഭ. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജയേഷ് പറഞ്ഞു. കൃഷ്ണപ്രഭ. കലേഷ് ആ പേര് നാവിലിട്ട് നുണഞ്ഞു. അതിന് തേനിൻ്റെ മധുരമുണ്ടെന്ന് തോന്നി. അവളുടെ മുഖം ഒരു ചിത്രമായി അവൻ്റെ മുമ്പിൽ നിന്നു. കാച്ചിക്കുറുക്കിയ പാലിൻ്റെ നിറം, ഒരു പൊട്ടു തൊട്ടുപോലും അലങ്കരിക്കാത്ത ഓമനത്വമാർന്ന നെറ്റിത്തടം, ഹൈലൈനർ തൊടാഞ്ഞിട്ടും കറുകറുത്ത മിഴികൾ, ലിപ്സ്റ്റിക് പുരട്ടാഞ്ഞിട്ടും ചുവപ്പാർന്ന അധരങ്ങൾ. കലേഷും ജയേഷും ശ്രീനിലയത്തിലെത്തുമ്പോൾ പാർട്ടിക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു എല്ലാവരും. കസവ് ഡബിളും ഖാദി സിൽക്കിൻ്റെ പിങ്ക് നിറമുള്ള ട്രെൻഡി ഷർട്ടുമായിരുന്നു സുധാകരൻ നായരുടെ വേഷം. ജയേഷ് അമ്പരന്നു. ഇതെന്താച്ചാ, പാർട്ടി വെയറായി അച്ഛൻ വാങ്ങിയത് പാൻസും ഷർട്ടുമല്ലേ? പിന്നെ ഇതെന്താ പുതിയ ഡ്രസ് കോഡിൽ? എന്തായാലും നന്നായിരിക്കുന്നു. ഇത് നിൻ്റെ ഫാദർ ഇൻ ലോയുടെ പ്രസൻറ്റേഷനാടാ ചെയ്യാ, രതീഷ് പറഞ്ഞു. കണ്ടപ്പോൾ അച്ഛന് അത് മതിയെന്ന് പറഞ്ഞു. ജ്യോതിയുടെ അച്ഛൻ കൊണ്ടുവന്നതോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവർ ധൃതിക്കിടയിൽ മറന്നതാ ജയ. ഗസ്റ്റ് റൂമിൽ നിന്ന് കണ്ണന എടുത്തുകൊണ്ട് വന്നത്, സുധാകരൻ നായർ പറഞ്ഞു. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അതാ ഇത് ധരിച്ചത്. ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ജ്യോതി. അവൾ നാണക്കേടോർത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അത്. കണ്ണൻ തപ്പിയെടുത്തുകൊണ്ട് വന്നു. ആ ഡ്രസ്സിൻ്റെ വിലയെ ചൊല്ലിയാണ് താൻ വഴക്കുണ്ടാക്കിയത്. പക്ഷേ അച്ഛനും അമ്മയും വാശിയെടുത്ത് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ലവൾ. അച്ഛന് അല്ലേലും വാശി അല്പം മുൻപിലാണ്. ഈ പ്രായത്തിലും വാശിക്കൊട്ടും കുറവില്ല. ജയേഷ് ജ്യോതിയുടെ അടുത്തെത്തി. ശരിക്കും ഫോണിൽ വന്ന മാറ്റർ എന്തായിരുന്നു ജ്യോതി? ദാമു വല്യച്ഛൻ ഹോസ്പിറ്റലിലാണെന്നോ അതോ മരിച്ചുപോയെന്നോ? അവൻ ചോദിച്ചു. എന്താ? ജ്യോതി പരിങ്ങി. അല്ല, ഇവിടെ നിന്നിറങ്ങുമ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു അതിവേദനയുണ്ടായിരുന്നു. അതാ ചോദിച്ചത്. ഇനി അങ്ങനെയാണോ ഫോൺ വന്നതെന്ന് എനിക്കും അറിയില്ല ജയേട്ടാ.
അവൾ സൂത്രം പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെട്ടു. അതോടെ എല്ലാവരും ഹോട്ടൽ ഹരിതം സിയിലേക്ക് നീങ്ങി. അവിടെ പാർട്ടി അതിഗംഭീരമായി ആഘോഷിച്ചു. അതിനുശേഷമായിരുന്നു ഡിന്നർ. ഡിന്നറിനുള്ള വിഭവങ്ങൾ വിവിധ ഡിഷുകളിലായി ആവശ്യം പോലെ നിരന്നു. ബുഫേ രീതിയിലായിരുന്നു ഭക്ഷണം. പുതിയോട്ടെ അടുക്കളയിൽ പെട്ടെന്നുണ്ടാക്കിയ വിഭവങ്ങളായ കഞ്ഞിയും ചമ്മന്തിയും കടുമാങ്ങ അച്ചാറും 3 പ്ലേറ്റുകളിലായി വിളമ്പുകയായിരുന്നു മണിയമ്മ. കഞ്ഞിക്കും കടുമാങ്ങയ്ക്കും ഒക്കെ ഇന്ന് നല്ല രുചിയാണ് ലേഡി മണി, അച്യുതൻകുട്ടി പറഞ്ഞു. മണിയമ്മ വേദനയോടെ അത് ശരിവെച്ചു. ശരിയാ, പ്രഭ ഇരുവരെയും ശ്രദ്ധിച്ചു. ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം മകൾ അപമാനിച്ചയച്ചതിൻ്റെ വേദനയാണത്. അച്ചുമാമേ, അവൾ വിളിച്ചു. 2 ലക്ഷം രൂപ കാണില്ലേ അച്ഛൻ്റെ അമ്മയുടെയും കൂടി പാസ്ബുക്കിലെ തുക? ആ തുകയെടുത്ത് ജ്യോതി ചേച്ചിക്ക് കൊടുത്താൽ ചേച്ചിയുടെ വഴക്കും പിണക്കവും തീരില്ലേ? അത് കൊടുത്താൽ ആ പണം ഞാൻ എവിടുന്നാ ഉണ്ടാക്കിയെന്ന് പോലും അവൾ ചോദിക്കില്ല പ്രഭേ. പിന്നീടും ആവശ്യം വരുമ്പോൾ അവൾ വീണ്ടും ചോദിക്കും. ചോദിക്കുമ്പോഴൊക്കെ പണം വാരിക്കൊടുത്തിട്ടുള്ള മക്കളുടെ സ്നേഹം എനിക്ക് വേണ്ട മോളെ, അയാൾ പറഞ്ഞു. എന്നാലും 3 മക്കളെയും വളർത്താനും നല്ല നിലയിലെത്തിക്കാനും അച്ചുവേട്ടൻ എത്ര കഷ്ടപ്പെട്ടതാ. എന്നിട്ടും അതൊന്നും ഓർക്കാതെ ജ്യോതി നിങ്ങളെ പറഞ്ഞതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല അച്ചുവേട്ടാ. മണിയമ്മയ്ക്കുടെയും കണ്ണുകൾ നിറഞ്ഞു. അവരുടെ സങ്കടം ഒരു നീറ്റലായി പ്രഭയിലേക്കും പടരുമ്പോഴായിരുന്നു ജയേഷിൻ്റെ വിളി. അച്യുതൻകുട്ടി മൊബൈൽ എടുത്തു. പാർട്ടി ഇപ്പോഴാ അച്ഛ കഴിഞ്ഞത്? അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിലാണോ? വല്യച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഞാനും ജ്യോതിയും കൂടി വരണോ? ജയേഷ് ചോദിച്ചു. വരണ്ട മോനെ. അച്യുതൻകുട്ടി താൻ പറഞ്ഞുപോയ കള്ളത്തരത്തിന് പൂർണ്ണമായ ഒരു വിരാമമിട്ടു. ഏട്ടന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരോടും പേടിച്ചതാ. അറ്റാക്ക് അല്ലായിരുന്നു, ഗ്യാസിൻ്റെ വിഷമം വന്നതാ. അത്രയുള്ളോ? ജയേഷ് ആശ്വസിച്ചു. കോൾ കട്ടായി. കിടക്കാൻ വേണ്ടി അച്യുതൻകുട്ടി മുറിക്കുള്ളിലേക്ക് വരുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയായിരുന്നു മണിയമ്മ. നമ്മൾ സമാധാനിക്കാറായിട്ടില്ല മണി, ആലോചനയോടെ അയാൾ പറഞ്ഞു. അതെന്താ? അല്ല, പ്രീതിയെയും ദീപുവിനെയും പറ്റിയാൽ നാളെ തന്നെ ജ്യോതി വിളിക്കും. പ്രഭയെ നമ്മൾ കൊണ്ടുപോകുന്ന ന്യൂസ് കൊടുക്കും. ശരിയാ, പ്രീതിയെ എന്തേലും പറഞ്ഞ് നിർത്താം. ദീപുവിൻ്റെ കാര്യത്തിലാ പേടി. പോരെങ്കിൽ അവനെ പിരികയറ്റാൻ പ്രിയയുമുണ്ട്. ജ്യോതിയേക്കാൾ 10 ഇരട്ടി മോശം സ്വഭാവമാണ് പ്രിയയുടേത്. അറിയാലോ? അറിയാം. മണിയമ്മയുടെ മുഖം മങ്ങി. നെടുവീർപ്പോടെ ബെഡിലേക്ക് തല ചായച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വിവരമറിഞ്ഞ് 2 ആളും വിളിക്കട്ടെ. അപ്പോൾ എന്തേലുമൊക്കെ പറഞ്ഞു നിൽക്കാം. നമ്മൾ എന്നാ പറയാനാ? ബെഡിലേക്ക് കിടന്നുകൊണ്ട് മണിയമ്മ ചോദിച്ചു. അച്യുതൻകുട്ടിക്ക് അതിനുത്തരമില്ലായിരുന്നു. ഒരു ദീർഘനിശ്വാസം മാത്രം. കോഴിക്കോട് കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ദീപു. കോർപ്പറേഷൻ ക്വാർട്ടേഴ്സിലാണ് താമസവും. സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ഫട്ട് റോഡിലാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. 2 മുറിയും ഹാളും കിച്ചനും വർക്ക് ഏരിയയും വരാന്തയും ഒക്കെയുള്ള C4 ക്വാർട്ടേഴ്സ്. ശില്പമോൾ ഉറങ്ങിയതോടെ അത്താഴം വിളമ്പുകയായിരുന്നു പ്രിയ. അപ്പോഴാണ് ദീപുവിൻ്റെ മൊബൈൽ അടിച്ചത്. ആരാണീ രാത്രിയിൽ? പ്രിയ ചോദിച്ചു. ദീപു തൻ്റെ മൊബൈൽ എടുത്ത് നോക്കി. ജ്യോതിയാടി. ഓ, അവളാണോ? എന്നാൽ എടുക്കണ്ട. പ്രിയയുടെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞു. അതെന്താടി? ദീപു അമ്പരന്നു. അവളിന്നാൾ വിളിച്ചിരുന്നു. പുതിയ ടൊയോട്ട എറ്റിയോസ് കാർ വാങ്ങാൻ പോകുകയെന്ന് പറയാൻ. അത് വാങ്ങിക്കാണും. അത് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാനും കൊച്ചാക്കാനുമാണ് ഈ വിളി. നീ എന്തിനാടി കൊതിക്കാനും കൊച്ചാക്കാനും നിൽക്കുന്നേ? നമുക്കും കാറില്ലേ? ഉണ്ടുണ്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് വാഗണർ. അതാണല്ലോ നമ്മുടെ ബെൻസ്. പ്രിയ സ്വയം നിന്ന പോലെ പറഞ്ഞു. സ്വിഫ്റ്റ് കൊടുത്തിട്ട് അവൾ എറ്റിയോസ് വാങ്ങുന്നേ. പറഞ്ഞിട്ടെന്താ കാര്യം? അവളുടെ കെട്ടിയോൻ സെയിൽ ടാക്സിലാ. നല്ല വരുമാനമുണ്ട്. എൻ്റെ കെട്ടിയോനോ കോർപ്പറേഷനിലെ ഇറച്ചിക്കടയും മീൻകടയും പരിശോധിക്കാൻ നടക്കുന്ന പണി. ജയൻ്റെ അച്ഛനാടി കാശ് വാങ്ങാനുള്ള പകുതി കാശും കൊടുക്കുന്നത്. ദീപു അവളെ തണുപ്പിക്കാനായി പറഞ്ഞു. പ്രിയ അവിടെ കയറി പിടിച്ചു. അതെ, അവളുടെ അമ്മായിയച്ഛനും കാശുണ്ട്. എൻ്റെ അമ്മായിയച്ഛനോ? എപ്പോഴും ഉണ്ട് ഒരു പെൻഷൻ്റെ കണക്ക്. ആദ്യത്തെ തവണ വന്ന ബെൽ നിന്നു കഴിഞ്ഞു. അപ്പോഴേക്കും 2ാമത് മൊബൈൽ അടിച്ചു തുടങ്ങിയിരുന്നു. പ്രിയ വിലക്കിയെങ്കിലും ദീപു 2ാമത്തെ തവണ കോൾ അറ്റൻഡ് ചെയ്തു. എന്നാ ജ്യോതി വിശേഷം? ജെയിൻ എന്തിയടി? ഇവിടെയുണ്ട് ദീപേട്ടാ. നീ പുതിയ കാറ് വാങ്ങിയോടി? ഇല്ല, പണം ശരിയായില്ല ഏട്ടാ. അതെന്താടി? ദീപു ചോദിച്ചു. ഞാനാണെങ്കിൽ ഒറ്റ തുഴച്ചിലുകാരനാ. അവിടെ നിനക്കും ജെയിനും ജോലിയുണ്ട്. എന്നിട്ടും പണം ശരിയായില്ലേ?
എനിക്കും ജയേട്ടനും ജോലിയുണ്ട്, അതിൻ്റേതായ ചിലവുമുണ്ട്. പിന്നെ എന്നാ ചെയ്യാന് ദീപേട്ടാ? അത് ശരിയാ, ദീപു സമ്മതിച്ചു. ഇനി നീ എന്തിനാ വിളിച്ചത്? നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ആർക്കും വേണ്ടാതെ കിടന്ന ആ സാധനം ചുമന്ന് നമ്മുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് പ്രഭയെ, ജ്യോതി അവജ്ഞയോടെ പറഞ്ഞു. ദീപു അന്താളിച്ചു. ഞാനും നീയും പ്രീതയും ഒക്കെ അച്ഛനെ വിളിച്ച് വിലക്കിയതാണല്ലോ. നമ്മളേക്കാൾ അച്ഛനിപ്പോൾ വലുത് അവളാ. നീ എങ്ങനെ അറിഞ്ഞു? നിന്നോടച്ഛൻ വിളിച്ചു പറഞ്ഞു? ഇല്ല, കഴിഞ്ഞ ദിവസം ജയേട്ടൻ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. അതിൽ പങ്കെടുക്കാൻ ഞാൻ അച്ഛനെയും അമ്മയെയും ക്ഷണിച്ചിരുന്നു. രണ്ടാളും വന്നപ്പോൾ ഇത്തിക്കണ്ണി പോലെ ചുറ്റിപ്പിടിച്ച് കൂടെയുണ്ട് ആ അസത്തും. എനിക്ക് വല്ലാതെ കലി വന്നു. എന്നിട്ട് അവളെ കൊണ്ടുവന്നതെന്തിനാണെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അച്ഛന് അതിഷ്ടായില്ല. പാർട്ടിയിലും ഡിന്നറിലും ഒന്നും പങ്കെടുക്കാതെ അച്ഛൻ വേഗം അമ്മയും അവളെയും വിളിച്ചോണ്ട് സ്ഥലം വിട്ടു കളഞ്ഞു ദീപേട്ട. സ്വന്തം കുറ്റങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ജ്യോതി ഒരു കള്ളം വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞു. പാർട്ടിക്ക് വന്നിട്ട് അതുകൂടാതെ വഴക്കിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോയാൽ ഞാൻ പിന്നെ ജയേട്ടൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ എന്നാ പറഞ്ഞു നിൽക്കും ദീപേട്ട? ജ്യോതിയുടെ സ്വരം തെല്ലിടറി. ദാമു വല്യച്ഛന് അറ്റാക്കായി ഹോസ്പിറ്റലിൽ സീരിയസ് ആണെന്ന് ഫോൺ വന്നിട്ട് അച്ഛനും അമ്മയും പെട്ടെന്ന് പോയതെന്ന് ഞാനൊരു നുണയങ്ങ് എല്ലാവരോടും പറഞ്ഞു. ജയേട്ടൻ പോലും അത് വിശ്വസിച്ചു. അതുകൊണ്ട് നാണം കെടാതെ ഞാൻ രക്ഷപ്പെട്ടു നിന്നു. അല്ല ജ്യോതി, വയസ്സായപ്പോൾ നമ്മുടെ അച്ഛൻ്റെ തല തിരിഞ്ഞു പോയോ? എനിക്കതറിയില്ല ദീപേട്ട, ജ്യോതി പറഞ്ഞു. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വീട്ടിൽ മറ്റൊരുത്തി വേണ്ട. അവളെ അവിടെ നിന്നും പടിയിറക്കി വിട്ടേ മതിയാവൂ. അതിനെന്തെങ്കിലും വഴി പറയാനുണ്ടോ ദീപേട്ടന്? ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ. എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തിനായാലും ഞാൻ ഏട്ടൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ശരി. കോൾ കട്ടായി. ദീപുവിൽ നിന്ന് വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞതോടെ പ്രിയയും പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ അച്ഛൻ ഇതെന്നാ ഭാവിച്ച? അവൾ രോഷം കൊണ്ടു. ആണായിട്ട് ഒറ്റ മകനാ ദീപേട്ടൻ. ദീപേട്ടന് തന്നെ ആ വീടെന്ന് ഉറപ്പായിട്ട് നിങ്ങളുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങോട്ട് വിവാഹം കഴിച്ചു വിട്ടതും. ദീപേട്ടന് ജോലി ഇവിടെയല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടാളും ആ വീട്ടിലല്ലേ ഇപ്പോൾ താമസിക്കേണ്ടതും? അതെ. എന്നിട്ട് അവിടെ ഒരുത്തിയെ കയറ്റി താമസിപ്പിച്ചപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഒരു വാക്ക് നമ്മളോട് ചോദിച്ചോ? ഒന്നാം തരം തോന്നിയാസമല്ലേ ദീപേട്ട അത്? അച്ഛൻ്റെ ആ തോന്നിയാസം ഞാൻ സമ്മതിക്കില്ലടി പ്രിയേ, ദീപു ഉറപ്പിച്ചു പറഞ്ഞു. അതാ ഞാനും പറയുന്നേ. അങ്ങോട്ട് ചെന്ന് അവളെ വലിച്ചിറക്കി പടിക്ക് വെളിയിലേക്ക് തള്ള്. ആരാ തടയുന്നതെന്ന് കാണട്ടെ. ദീപു മൂളി. അവൻ്റെ മിഴികളിലും കോപം ചൊലിക്കുന്നുണ്ടായിരുന്നു. രാവിലെ കോഴിക്കോട് തുറന്ന് പ്രഭ കോഴികളെ ഇറക്കി വിട്ടു. കോഴിക്കോടിനുള്ളിൽ 3 മുട്ടകൾ ഉണ്ടായിരുന്നു. പ്രഭ അതുമായി അടുക്കളയിലേക്ക് കയറുമ്പോൾ മണിയമ്മ പറഞ്ഞു. അച്ചുവേട്ടൻ നിന്നെ വിളിക്കുന്നുണ്ട് പ്രഭേ, എന്താണെന്ന് നോക്ക്. ശരി മണിയാൻറ്റി. മുട്ടകൾ ഫ്രിഡ്ജിനുള്ളിലേക്ക് വെച്ചിട്ട് പ്രഭ ഉമ്മറത്തേക്ക് ചെന്നു. നീ എൻട്രൻസ് എക്സാം എഴുതിയെന്നല്ലേ പറഞ്ഞത്? പത്രം വായിക്കുകയായിരുന്ന അച്യുതൻകുട്ടി ചോദിച്ചു. എഴുതിയിട്ടുണ്ട്, പ്രഭ പരിങ്ങലോടെ പറഞ്ഞു. ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് ദേ പത്രത്തിലുണ്ട്. നിന്റെ നമ്പർ ഇങ്ങ് തന്നേക്ക്. ഞാൻ ഉച്ച കഴിഞ്ഞ് കവല വരെ പോകുന്നുണ്ട്. നെറ്റ് കഫേയിൽ കയറി നോക്കിയേക്കാം. അതിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും വരാൻ സാധ്യതയില്ല അച്ചുമ്മാമേ. ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ലായിരുന്നു. ചുമ്മാ ഒരു രസത്തിന് എഴുതിയതായിരുന്നു. ആയിക്കോട്ടെടി, എന്നാലും എഴുതിയ സ്ഥിതിക്ക് നിന്റെ പേര് എവിടെയും ഉണ്ടോയെന്നറിയാലോ, അച്യുതൻകുട്ടി പറഞ്ഞു. ശരി അച്ചുമ്മാമേ, കവലയിലോട്ട് പോകാൻ നേരം ഞാൻ നമ്പർ തരാം. പ്രഭ ഒടുവിൽ സമ്മതിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് മണിയമ്മ വാരത്തിലേക്ക് ഇറങ്ങി. തയ്യൽ മെഷീൻ്റെ മൂടിയെടുത്തു. കുറേ പുതിയ തുണികൾ തയ്ക്കാനുണ്ട്. അവർക്കൊപ്പം പ്രഭയും എത്തി. കാണി തയ്യലിന് വേണ്ടി സൂചിയും നൂലും എടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അളവനുസരിച്ച് തുണികൾ വെട്ടാനും കൃത്യ അളവിൽ തയ്ക്കാനും എന്നെ കൂടി പഠിപ്പിക്കും മണിയാൻറ്റി. മണിയമ്മ തയ്ക്കാത്ത സമയത്ത് അവൾ മെഷീനിൽ കയറിയിരുന്ന് അതിൻ്റെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ശീലിച്ചു. നൂല് പൊട്ടാതെയും മെഷീനിൽ കുരുങ്ങാതെയും 2 തുണ്ട് തുണികൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് തയ്ക്കാനും പഠിച്ചു. അവൾക്കതിലുള്ള താല്പര്യവും ഉത്സാഹവും മണിയമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏതു പണിയും ചെയ്യാൻ വേണ്ടത് മനസ്സാണല്ലോ, അത് പ്രഭയ്ക്കുണ്ട്. വെട്ടാനും തയ്ക്കാനും ഒക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം മോളെ. നീയുടെ തയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തുണികളൊക്കെ തയ്ച്ച് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ കുറേ കൂടുതൽ തയ്യലും കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ തയ്ച്ചാൽ ഇനി തീരത്തില്ലടി, മണിയമ്മ പറഞ്ഞു. ഞാനും കൂടി തയ്ക്കാം മണിയാൻറ്റി. പ്രഭയ്ക്ക് സന്തോഷമായി. അപ്പോഴാണ് അവളുടെ മുറിക്കുള്ളിൽ മൊബൈലിൻ്റെ ശബ്ദം കേട്ടത്. നിന്നെ ആരാ വിളിക്കുന്നതെന്ന് നോക്കുമോളെ, മണിയമ്മ പറഞ്ഞു.
പ്രഭ എഴുന്നേറ്റോടി. മുറിയിലെത്തി ടേബിളിൽ അച്ഛൻ്റെ ഫോണിരിക്കുന്നു. അവൾ നോക്കി. രശ്മി കോളിംഗ്. +2 കൂടെ പഠിച്ച കൂട്ടുകാരിയാണ്. കൃഷ്ണേ, നീ എൻട്രൻസ് റിസൾട്ട് നോക്കിയോടി? രശ്മി ചോദിച്ചു. ഇല്ലടാ, നീ മെഡിസിനും എൻജിനീയറിങ്ങിനും എഴുതിയതല്ലേ? ഞാൻ നിന്റെ നമ്പർ 2 നെറ്റിൽ കൊടുത്തടാ. നീ അടിച്ചെടുത്തു മോളെ. മെഡിസിന് 638 റാങ്ക്, എൻജിനീയറിങ്ങിന് 780. സത്യാണോടാ? ഒരു നിമിഷം പ്രഭയുടെ ഉള്ളം നിറഞ്ഞുപോയി. സത്യാടാ, രശ്മി പറഞ്ഞു. നിനക്ക് മെഡിസിനും എൻജിനീയറിങ്ങിനും ഗവൺമെൻറ്റിൽ മെറിറ്റിൽ തന്നെ കിട്ടും. ഏത് വേണമെന്ന് മാത്രം നീ നോക്കിയാൽ മതിയടാ. പെട്ടെന്ന് പ്രഭയുടെ ഉള്ളു പിടഞ്ഞു. ഞാൻ ഒന്നിനും ചേരുന്നില്ല രശ്മി. ഒന്നിനും ചേരുന്നില്ലെന്നോ? നീ എന്നതാ കൃഷ്ണേ പറയുന്നേ? എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ. പ്രഭയ്ക്ക് കരച്ചിൽ വന്നുപോയി. നിൻ്റെ അച്ഛുമാമയോടും മണിയാൻറ്റിയോടും കരഞ്ഞു പറഞ്ഞാൽ എന്തേലും രക്ഷയുണ്ടോ മോളെ? അച്ഛുമാമയുടെ പെൻഷൻ മാത്രമാ മോളെ ഈ കുടുംബത്തിലെ ഏക വരുമാനം. അതല്ലടാ, വിദ്യാഭ്യാസ ലോൺ കിട്ടുമല്ലോ. സ്റ്റുഡൻസ് ലോണിന് സെക്യൂരിറ്റി ഒന്നും വേണ്ടല്ലോ. നിന്റെ +2 A+ കണ്ടാൽ ഏത് ബാങ്ക് നിനക്ക് ലോൺ തരുമെടാ? അതല്ല രശ്മി, കാറ് വാങ്ങാൻ എൻ്റെ അച്ഛൻ എടുത്ത ലോൺ അടയ്ക്കാൻ പോലും ഒരു വഴിയില്ലാതിരിക്കുക. അതിനിടയിൽ വീണ്ടും ലോൺ എടുക്കുന്നത് എങ്ങനെയാ? വിദ്യാഭ്യാസ ലോൺ ഇപ്പോൾ അടയ്ക്കേണ്ടല്ലോ. ലോൺ എന്ന് പറയുന്നത് ഫീസ് മാത്രമല്ലേ രശ്മി? ബുക്ക്, ഹോസ്റ്റൽ ഫീസ്, ഡ്രസ്സ്, അങ്ങനെ സമയാസമയത്ത് 100 കൂട്ടം ചിലവുകൾ ഉണ്ടാകും. അതിനൊക്കെ പണം വേണ്ടേ? പിന്നെ നീ എന്നാ ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ മോളൂ, പ്രഭ പറഞ്ഞു. കോൾ കട്ടായി. അപ്പോഴാണ് അച്യുതൻകുട്ടിയുടെ വിളി. അയാൾ കൈലിമുണ്ട് മാറ്റി വെള്ളമുണ്ടും ഷർട്ടും ധരിച്ചിരുന്നു. ഞാൻ കവലയിലോട്ട് പോകുക. നീ ആ നമ്പർ ഇങ്ങ് എഴുതി തന്നേക്ക്. ഞാൻ നോക്കിയിട്ട് വരാം റാങ്ക് ലിസ്റ്റിൽ നീ ഉണ്ടോന്ന്. ഇപ്പം തരാം അച്ചുമാമേ. പ്രഭ ചെന്ന് ടേബിളിന് മേലിരുന്ന തൻ്റെ സ്കൂൾ ബാഗ് എടുത്തു. അതിൻ്റെ അകത്തെ കള്ളിയുടെ സിബു വലിച്ചു തുറന്നു. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് മെഡിക്കലിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ഹാൾ ടിക്കറ്റുകൾ അവൾ ആ കള്ളിക്കുള്ളിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് രണ്ടും എടുത്തു നോക്കി. അമ്മയുടെ മോള് ധൈര്യമായിട്ട് എഴുതിക്കൂ. കോച്ചിങ്ങിന് പോയിട്ടില്ലെന്ന് വെച്ച് ഒട്ടും വിഷമിക്കേണ്ട. ടെസ്റ്റ് എഴുതാൻ അച്ഛൻ്റെ ഒപ്പം പോകാനിറങ്ങുമ്പോൾ തൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു തോർത്തു. അമ്മയുടെ മോൾക്ക് 2നും നല്ല റാങ്ക് കിട്ടും. അമ്മയ്ക്ക് അത് ഉറപ്പാ. അമ്മേ, പ്രഭ വിതുമ്പിപ്പോയി. അമ്മ പറഞ്ഞതുപോലെ ഈ മകൾക്ക് 2നും നല്ല റാങ്ക് തന്നെ കിട്ടിയമ്മേ. പക്ഷേ അതറിഞ്ഞ് ഈ മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി തരാൻ അമ്മ എൻ്റെ കൂടെ ഇല്ലാതായി പോയല്ലോ അമ്മേ. അവൾ ആ 2 ഹാൾ ടിക്കറ്റുകളും നെഞ്ചോട് ചേർത്ത് വെച്ചു. അച്ഛാ, സന്തോഷിക്കണേ, ഈ മകളെ അനുഗ്രഹിക്കണേ, അവൾ പ്രാർത്ഥിച്ചു. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നിട്ടും പോകാൻ കഴിയാത്ത സങ്കടത്തിൽ ഹൃദയം പൊട്ടാതെ ഈ മകളെ കാത്തോളണേ. പ്രഭേ, അച്യുതൻകുട്ടി വീണ്ടും വിളിക്കുന്നു. ഇതാ വരുന്ന അച്ചുമാമേ. പെട്ടെന്ന് മിഴിനീർ തുടച്ചു മാറ്റി ശബ്ദം പതറാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് പ്രഭ പറഞ്ഞു. എന്നിട്ട് ഒരു തുണ്ട് പേപ്പർ എടുത്ത് അതിലേക്കും 2 നമ്പറുകൾ എഴുതി. തൻ്റെ റാങ്ക് ലെവലുകൾ കണ്ടിട്ട് തുടർന്ന് പഠിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം അച്ചുമാമയ്ക്കും മണിയാൻറ്റിക്കും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് മുമ്പിൽ എൻട്രൻസിൽ തോറ്റ ഒരു മണ്ടിയാകുന്നതാണ് നല്ലത്. പ്രഭ താൻ എഴുതിയ തുണ്ട് പേപ്പർ അച്യുതൻകുട്ടിയെ ഏൽപ്പിച്ചു. ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ മെഡിക്കലിൻ്റേത് പ്രഭ പറഞ്ഞു. 2ാമത്തേതാണ് എൻജിനീയറിങ്ങിൻ്റെ. ശരി. അച്യുതൻകുട്ടി ആ തുണ്ട് പേപ്പർ തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്കിട്ടു. എന്നിട്ട് മുറ്റത്തേക്കിറങ്ങി പോർച്ചിലിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ടാക്കി. അച്യുതൻകുട്ടി ഗേറ്റ് കടന്നു പോകുമ്പോൾ പ്രഭ വീണ്ടും മൂകം പ്രാർത്ഥിച്ചു. അച്ചുമാമയെ പറ്റിക്കുവാണ് ഞാൻ. ക്ഷമിച്ചേക്കണേ ദേവി. കാരണം അവൾ എഴുതി കൊടുത്ത 2 നമ്പറുകളും ഹാൾ ടിക്കറ്റിലുള്ള യഥാർത്ഥ നമ്പറുകളായിരുന്നില്ല. നെറ്റിൽ തെളിയുന്ന റാങ്ക് ലെവലിൽ ഒരിക്കലും കാണാൻ ഒരു സാധ്യതയുമില്ലാത്ത തെറ്റായ 2 നമ്പറുകളായിരുന്നു അത്. കുറ്റബോധത്തോടെ അവൾ അകത്തേക്ക് തിരിയുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് വന്നു നിന്നത്. അതിൽ നിന്നിറങ്ങിയത് ദീപു ആയിരുന്നു. മണിയാൻറ്റി, പരിഭ്രാന്തിയോടെ പ്രഭ അകത്തേക്ക് പാഞ്ഞു. അടുത്ത ഭാഗം നാളെ.